വനവും വന്യമൃഗങ്ങളും വനങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്ന മനുഷ്യരും ശ്രദ്ധേയമായ കഥാപാത്രമാകുന്ന ചിത്രമാണ് ലർക്ക്. എം.എ. നിഷാദ് സംവിധാനം ചെയ്യുന്ന ലർക്ക് എന്ന സിനിമയിലെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വന്യജീവി ആക്രമണം. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വന്യജീവി ആക്രമണം പെരുകിക്കഴിഞ്ഞു. നിരവധി പേർ കൊല്ലപ്പെട്ടു. വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഭരണാധികാരികൾ ഇതിനെ നേരിടാൻ ശക്തമായി ഇറങ്ങി. എന്നിട്ടും പിന്നെയും ആവർത്തിക്കപ്പെടുന്നു. ഇവിടെ മറ്റൊരു വശം കൂടിയുണ്ട്. മനുഷ്യനേക്കാൾ വില വന്യമൃഗങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇതിനെയെല്ലാം കവചമാക്കി മുതലെടുപ്പ് നടത്തുന്ന ഒരു വിഭാഗവുമുണ്ട്. കാലിക പ്രാധാന്യമുള്ളതും ശക്തമായ ജനകീയ വിഷയവും കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം, ഈ വിഷയങ്ങളെല്ലാം ഈ ചിത്രത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ജൂലൈ 24-ന് പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഈ ചിത്രം അതിന് മുന്നോടിയായുള്ള പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ട്രെയിലർ പ്രകാശനം ചെയ്തിരിക്കുന്നത്. വന്യമൃഗങ്ങളുമായുള്ള പോരാട്ടം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ കഥയിൽ ആദ്യ അധ്യായങ്ങളിലൊന്നാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ഈ വിഷയം പ്രസക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു സിനിമ വരികയാണ്. മനുഷ്യനും മൃഗങ്ങളുമായുള്ള സംഘർഷത്തിന്റെ കഥ പറയുകയാണ് ലർക്ക് എന്ന ഈ ചിത്രം. കേരള ടാക്കീസിന്റെ ബാനറിൽ ആർ. ഹരികുമാറാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, ടി.ജി. രവി, അനുമോൾ, മഞ്ജു പിള്ള, സരിത, കുക്കു, ജാഫർ ഇടുക്കി, സുധീർ കരമന, പ്രശാന്ത് മുരളി, വിജു സോപാനം, സോഹൻ സീനുലാൽ, സജി സോമൻ, വിജയ് മേനോൻ, കുമാർ സുനിൽ, വിനോദ് കെടാമംഗലം, റെജു ശിവദാസ്, വിജു കാസിം, ഫിറോസ് അബ്ദുള്ള, സ്മിനു സിജോ, മുത്തുമണി, ബിന്ദു പ്രദീപ്, രമ്യ പണിക്കർ, നീത മനോജ്, ഷീജ വക്കപ്പാടി തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സംവിധായകൻ എം.എ. നിഷാദും ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മാൻ മീഡിയ ആണ്.